വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എൻഡ് ഗെയിം ട്രിക്കാണ് നമ്മളിത് കാണാൻ പോണേ. നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. ഇവിടെ വൈറ്റ് മൂവ് ആൻഡ് വിൻ ആണ്. അപ്പോൾ വൈറ്റിനൊരു പോൺ ഉണ്ട്. ഓൾമോസ്റ്റ് ഇവിടെ ക്വീൻ ആവാറായി. ഇവിടെ ഇപ്പോൾ വൈറ്റ് ഇങ്ങനെ ഒരു പോൺ പുഷ് ചെയ്തിട്ട് അടുത്ത മൂല ക്യൂനാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ബ്ലാക്ക് കളിക്കുന്ന പ്ലെയർ വളരെ ട്രിക്കിയാണ്. നോക്കുമ്പോൾ ഇപ്പോൾ ക്വീനിനെ ഇവിടെ ക്വീനിങ് സ്ക്വയർ ഇവിടെ ബ്ലാക്കിനെ തടുക്കാൻ പറ്റില്ല എന്ന് തോന്നാം. പക്ഷെ ബ്ലാക്ക് വളരെ ട്രിക്കിയാണ്. ആദ്യം ഇങ്ങനെ ഒരു ചെക്ക് നൽകും. അപ്പോൾ ഇവിടെ ഈ ഒരു റൂക്കിനെ ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, കാരണം ഈ റൂക്ക് ഒരു പ്രശ്നക്കാരനാണല്ലോ, അതിനെ ചേസ് ചെയ്യാൻ വേണ്ടി ഇവിടെ കളിച്ചു കഴിഞ്ഞാൽ കുഴപ്പം, ബ്ലാക്കിന് റൂക്കിനെ ഇവിടെ പുറകോട്ട് കളിക്കാം. ഇനിയിപ്പോൾ എങ്ങാനും ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുറകേക്കോടെ ഇങ്ങനെ ചെക്ക് വരാം. ഈ ഒരു ചെക്കില് ചെക്ക് കിങ് മാറി കഴിയുമ്പോൾ ക്വീനിനെ കിട്ടുന്നതാണ്. അപ്പോൾ അത്ര എളുപ്പമല്ല, ഇവിടെ വളരെ പ്രിസൈസ് ആയിരിക്കണം. അപ്പം അതുകൊണ്ട് ഈ ഒരു ചെക്കിന് ശേഷം ഈ റൂക്കിനെ ഇങ്ങനെ ഓടിച്ചു പിടിക്കാൻ നോക്കുന്നത് അത്ര നല്ല ഐഡിയ അല്ല. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇവിടുത്തെ മോസ്റ്റ് പ്രിസൈസ് ആയിട്ടുള്ള മൂവ് എങ്ങനെയാണ്? കിങ്ങിനെ D5 കളിക്കുന്നത്. അപ്പോൾ 3 കീ സ്ക്വയറുകളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഈ സ്ക്വയറും ഈ സ്ക്വയറും ഈ സ്ക്വയറും 3 സ്ക്വയറുകൾ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ബ്ലാക്ക് എന്ത് ചെയ്യുന്നു? ബ്ലാക്ക് ചെക്ക് കൊടുത്തോണ്ടേയിരിക്കുന്നു. പക്ഷെ നമ്മൾ വീണ്ടും ഈ റൂക്കിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല. പകരം ഇങ്ങനെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണം. വീണ്ടും ചെക്ക് കൊടുക്കുന്നു, നമ്മൾ വീണ്ടും താഴേക്ക് ഇറക്കണം. ചെക്ക് കൊടുക്കുന്നു. ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ ഈ റൂക്കിനെ ഫൈനലി അറ്റാക്ക് ചെയ്യുന്നത്. ഈ ഒരു റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇനി ത്രെട്ടൻ ചെയ്യുന്നത് ഇങ്ങനെ പുഷ് ചെയ്ത് ഒരു ക്വീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നോക്കുമ്പോൾ വൈറ്റ് ഇവിടെ ഓൾറെഡി ജയിച്ചു എന്ന് തോന്നാം. പക്ഷെ ഒരു ട്രിക്ക് ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്. ഇവിടെ ബ്ലാക്കിന് ഒരു ട്രിക്കി മൂവ് ഉണ്ട്. റൂക്കിനെ ഇവിടേക്ക് കളിക്കും. ഇതിന്റെ ഐഡിയ ഇപ്പൊ എങ്ങാനും ഈ ഒരു പോണിനെ പുഷ് ചെയ്തിട്ട് ക്വീൻ ആക്കാൻ നോക്കിയല്ല പ്രശ്നം. ഇവിടെ ബ്ലാക്കിനൊരു ഇൻക്രെഡിബിൾ സേവ് ഉണ്ട്. ഇങ്ങനെ ഒരു ചെക്കുമാണ് ക്വീനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ക്വീൻ വെച്ച് റൂക്കിനെ എടുത്താൽ എന്താ സംഭവിക്കണേ? സ്റ്റെയിൽ മേറ്റ് ആയി പോകും. ബ്ലാക്കിന് ഡ്രോ കിട്ടുന്നതായിരിക്കും. ഇവിടുത്തെ ട്രിക്കി ഐഡിയ ഈ ഒരു പോണിനെ പുഷ് ചെയ്തിട്ട് ക്വീൻ ആക്കിയാലുള്ള പ്രശ്നം നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ പ്രിസൈസ് ആയിട്ട് ക്വീൻ ആക്കുന്നതിന് പകരം നമ്മൾ അണ്ടർ പ്രൊമോട്ട് ചെയ്തൊരു റൂക്ക് ആക്കിയാണ് മാറ്റുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ചെക്ക് ഇവിടെ ഇല്ല, കാരണം സ്റ്റെയിൽ മേറ്റ് അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെക്ക് മേറ്റ് ഇവിടെ വൈറ്റ് ത്രെട്ടൻ ചെയ്യും കൂടെ ചെയ്യാണ്. അപ്പോൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് റൂക്കിനെ ഇവിടെ കൊണ്ടുപോയിട്ടു. പക്ഷെ വൈറ്റ് കറക്റ്റ് ആയിട്ട് തന്നെ കളിക്കുവാണ്. കിങ്ങിനെ ഇവിടേക്ക് വെച്ചിട്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. അത് മാത്രമല്ല ഇങ്ങനെ ഒരു ചെക്ക് മേറ്റും ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. ഈ 2 ത്രെട്ടിനെയും ഒരുമിച്ച് ഡീൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ റൂക്ക് എങ്ങോട്ട് വേണേലും മാറ്റാം. ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ദാ അതിമനോഹരമായുള്ള ഒരു ചെക്ക് മേറ്റ്. എങ്ങനെയുണ്ട്?